എങ്ങനെ പോകുന്നു നമ്മുടെ 30 ഡേയ്സ് ചലഞ്ച്? നന്നായി പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ലൈഫിലെ 90% പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നാവിനെ കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ളത് മനസ്സിലാക്കാൻ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു, അങ്ങനെ തന്നെ നാവും. ആ വചനത്തിന്റെ മീനിങ് എത്ര പവർഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് കൊടുങ്കാറ്റില് അടിച്ചിട്ട് ഓടുന്ന ഒരു കപ്പലായാലും ഒരു കപ്പിത്താൻ വിചാരിച്ചു കഴിഞ്ഞാല് തീരത്തേക്ക്, ശാന്തമായ തീരത്തേക്ക് കപ്പലിനെ അടുപ്പിക്കാൻ പറ്റും. അതിന് കപ്പിത്താൻ ഉപയോഗിക്കുന്നത് കൺട്രോൾ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? ആ ചുക്കാനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാവെന്ന്. നമ്മുടെ ലൈഫിലെ എത്ര ഇഷ്യൂസിൽ, എത്ര പ്രശ്നങ്ങൾ കിടന്ന് നമ്മൾ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ സമയത്ത് നമ്മൾ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ലൈഫിനെ തിരിച്ചുവിടാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് ഈ 30 ഡേയ്സ് ചലഞ്ചിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യം മറന്നു പോകരുത്. എത്ര ഇഷ്യൂസിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മുടെ നാവിനെ നമ്മൾ വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴത്തെ കമന്റ് സെക്ഷനിൽ ഇടാനായിട്ട് മറക്കല്ലേ. കാരണം നിങ്ങളുടെ ലൈഫിൽ വന്ന ചെറിയൊരു മാറ്റം പോലും എനിക്കറിയാനായിട്ട് ആഗ്രഹമുണ്ട്. താങ്ക് യു.